നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത ആമ്പല്ലൂരിൽ മേൽപ്പാലത്തിന് സമീപം 7 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരുക്കില്ല. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് മറ്റു വാഹനങ്ങൾ ഒന്നിനു പിറകെ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ തോതിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധിക്ക് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് CPM നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. MR സഹദേവൻ അധ്യക്ഷനായി. KS സുരേഷ്, KA അനിൽകുമാർ, EM സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ പോളിടെക്നിക് കോളേജിന് സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് കാട്ടുപൂച്ചയെ പിടികൂടി. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി കോഴികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ കാണാതാകുന്നത് പതിവായതോടെ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ആളൊഴിഞ്ഞ വീട്ടിനുള്ളിൽ കാട്ടുപൂച്ചയെ കണ്ടെത്തിയത്. കാട്ടുപൂച്ചയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഭീതിയിലായ പ്രദേശവാസികൾ പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചു. തുടർന്ന് അനിമൽ റെസ്ക്യൂവർമാരായ ദിനേശ് ആമ്പല്ലൂർ, ലിജോ മോൻ, അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപൂച്ചയെ പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 2 ദിവസം മുൻപ് കെണി സ്ഥാപിച്ചെങ്കിലും കാട്ടുപൂച്ച അതിൽ കുടുങ്ങിയിരുന്നില്ല. പിന്നീട് പ്രദേശവാസികൾക്ക് ഭീഷണിയാകാൻ സാധ്യത കണക്കിലെടുത്ത് വല വിരിച്ച് നടത്തിയ ശ്രമത്തിലാണ് കാട്ടുപൂച്ചയെ സുരക്ഷിതമായി പിടികൂടിയത്. പിടികൂടിയ കാട്ടുപൂച്ചയെ പാലപ്പള്ളി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. AITUC കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പുതുക്കാട് മണ്ഡലം സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം പ്രസിഡന്റ് PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. NK സുബ്രൻ പതാക ഉയർത്തി. PK കണ്ണൻ, AITUC മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, രജനി കരുണാകരൻ, TS സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായ PK ശേഖരൻ പ്രസിഡന്റ്, ഭാസ്കരൻ കടവിൽ, MP ആനന്ദ് വൈസ് പ്രസിഡന്റ്, CU പ്രിയൻ സെക്രട്ടറി, PR കണ്ണൻ, രാജി രാജൻ ജോയിന്റ് സെക്രട്ടറിമാരായും രജനി കരുണാകരനെ ട്രഷററായും തിരഞ്ഞെടുത്തു. കൊളത്തൂർ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി എരിഞ്ഞനവള്ളി രോഹിത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത, രാമചന്ദ്രൻ മോഹനൻ പുളിശ്ശേരി, അനിൽകുമാർ മണ്ടയ്ക്കൽ, അനിൽ ചിഞ്ചേരി, പ്രവീൺ നമ്പിട്ടിയത്ത്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. മഹാഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്രത്തിൽ പ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടായിരുന്നു. കർക്കടകം 1-ാം തീയതി മുതൽ ആരംഭിച്ച സപ്താഹയജ്ഞം രാമായണ പാരായണവും സമാപിച്ചു. യജ്ഞത്തിന് ആചാര്യ ശാന്ത കിഴക്കൂട്ട്, ഇന്ദിരാദേവി പിച്ചിരിക്കൽ, ലീലാ തങ്കപ്പൻ, കമലാ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,370 രൂപയും പവന് 1,06,960 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.